നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷഫലത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു വർഷത്ത് തന്നെ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈയൊരു രാശിമാറ്റം, അതായത് ശനിയുടെയും വ്യാഴൻ്റെയും രാശിമാറ്റം നക്ഷത്രക്കാർക്ക് ഗുണപരമായും ദോഷപരമായും ചില അനുഭവങ്ങൾ വരുന്നുണ്ട്. ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 2025 ചിത്തിര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ. പ്രതികൂലമായി നിന്നിരുന്നവർ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം നമുക്ക് നേരിൽ തന്നെ കാണുവാൻ സാധിക്കും. ശത്രുക്കളായി കണ്ട് നമ്മളെ മാറ്റി നിർത്തിയിരുന്നവരും നമ്മൾ മാറ്റി നിർത്തിയ വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സുഹൃത്ത് എന്ന വണ്ണം വരികയും എന്നാൽ പിരിയാൻ പറ്റാത്ത രീതിയിൽ സൗഹൃദത്താൽ ഒന്നു ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. കാരണം നമ്മുടെ തെറ്റിദ്ധാരണ മൂലം നമ്മളത് ചെയ്തു എന്ന് കരുതി തെറ്റിദ്ധാരണ മൂലം നമ്മളോട് ശത്രുക്കളായ വ്യക്തികളാണ് ഇവർ. കഴിഞ്ഞ വർഷങ്ങളിൽ ശത്രുക്കളായി മാറിയ വ്യക്തികളാണ്. ഇവർക്ക് ആ തെറ്റിദ്ധാരണ മാറുകയും നമ്മൾ നിരപരാധികളാണെന്ന് മനസ്സിലാകുകയും ചെയ്ത് നമ്മളോട് വളരെയധികം സ്നേഹത്തോടു കൂടി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പല തീരുമാനങ്ങളും മാറ്റിവയ്ക്കേണ്ടി വരുന്ന ഒരു വർഷമായിരിക്കും 2025. ഒരു യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ പ്രോഗ്രാംസ്, അതായത് വളരെ വിനോദകരമായ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്രകൾക്ക് മാറ്റം വരും. മറ്റ് പല കാര്യങ്ങൾക്കും, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് മീറ്റിങ്ങുകളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു വർഷമായിരിക്കും. വിനോദസഞ്ചാരം അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ അതിനൊരു ബ്രേക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. വാഹന സംബന്ധമായും വസ്തു സംബന്ധമായും വാങ്ങുവാനുള്ള തീരുമാനങ്ങൾ നീട്ടിവെക്കേണ്ടി വരും. അതിന് മുഖാന്തരം നിങ്ങൾക്ക് ധനനഷ്ടമുണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷമാണ് 2025. അങ്ങനെ താല്പര്യങ്ങൾ കൂടുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം തന്നെയാണ്. അല്ലാത്ത പക്ഷം കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലായി കാണുന്ന വർഷമാണ്. കൂടാതെ ബന്ധുജനങ്ങളുടെ സഹായത്താൽ പല കാര്യങ്ങൾക്കും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2025. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നേട്ടം കാണുന്നു. ധനലാഭവും ഉയർച്ചയും കാണുന്ന വർഷം തന്നെയാണ്. കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കൂടാതെ ഡ്രൈവർമാർ, വാഹനം ഓടിച്ച് ഉപജീവന മാർഗം കഴിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് 2025 നേട്ടമുണ്ടാകുന്നു. നിത്യവും ജോലിയുണ്ടാകുന്നു, ധനലാഭമുണ്ടാകുന്നു, ധനനേട്ടമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. കടങ്ങൾ തീർക്കുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വർഷമായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ബന്ധുജനങ്ങളുടെ സഹായത്താൽ സാമ്പത്തിക നേട്ടം വരെ കൈവരിക്കുവാൻ സാധിക്കും. സർക്കാർ ജീവനക്കാരുടെ ഇടപെടൽ മൂലം തടസ്സപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും മാറ്റം വരുവാനുള്ള സാധ്യത, അതായത് സർക്കാർ ജീവനക്കാർക്ക് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൊണ്ട് തടസ്സപ്പെടുന്ന പ്രൊമോഷൻ, അതുപോലുള്ള പല സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാത്തിനും ഒരു മാറ്റം വരുവാൻ സാധ്യത ഈ ഒരു വർഷത്തിൽ കാണപ്പെടുന്നു. ഉദ്യോഗസ്ഥർ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു നേട്ടം ഈ ഒരു വർഷത്തിൽ തന്നെ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർ വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ആ ഒരു ഫലം, ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള ഫലം ഈ ഒരു വർഷം അവരുടെ ആഗ്രഹിച്ച രീതിയിൽ, സന്തോഷിക്കത്തക്ക രീതിയിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സന്തോഷിക്കാവുന്ന വർഷം തന്നെയാണ്. പ്രേമിക്കുന്നവർക്ക് അവരുടെ പ്രേമം സഫലമാകാനും അത് വിവാഹത്തിൽ എത്തിച്ചേരുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സാധിക്കുന്നൊരു വർഷം തന്നെയായിരിക്കും. സന്താന ഗുണം കാണുന്നൊരു വർഷം തന്നെയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം, സന്താനമില്ലാത്തവർക്ക് സന്താനം ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള അവരുടെ കഴിവിൽ അംഗീകാരങ്ങൾ ഉണ്ടാകുക, ഇതിനെല്ലാം സാധ്യത 2025 കാണുന്നുണ്ട്. ഗുണഫലങ്ങൾ കൂടുതലായി ഉണ്ടാകാനും ദോഷഫലങ്ങൾ കുറയുന്നതിനും വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ
എള്ളുകിഴി അർപ്പിക്കുകയോ അല്ലെങ്കിൽ നീരാഞ്ജനം അർപ്പിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, നെയ്വിളക്ക് അർപ്പിക്കുക, ശരണങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കുക, അല്ലെങ്കിൽ കീർത്തനങ്ങൾ സ്തോത്രങ്ങളെല്ലാം പാടി ഭഗവാനെ ഭക്തിപൂർവ്വം ഭജിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു വർഷം തന്നെയായിരിക്കും 2025.